ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉൽപ്പത്തി 26 അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ ക്ഷാമവും അവൻ ഈജിപ്തിലേക്ക് പോയതും അവിടെ വെച്ചുണ്ടായ ദൗർഭാഗ്യ സംഭവങ്ങളും ഉൽപ്പത്തി 12 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. ഇതേ അബദ്ധം പിന്നെയും ഗരാറിൽ വെച്ച് ആവർത്തിക്കുന്നതായി 20 പറയുന്നു. ഇതാ ഇപ്പോൾ അബ്രഹാമിൻ്റെ മകൻ്റെ ജീവിതത്തിലും അതുതന്നെ സംഭവിക്കുന്നു. ഈജിപ്തിനോട് പരാജയം ഏറ്റുവാങ്ങിയ ഫെലിസ്ത്യർ ഈ കാലഘട്ടത്തിലാണ് കനാൻ ദേശത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ വന്ന് കുടിയേറിയത്. മിസ്രയീമ്യർക്ക് അവർ കടൽ ജനത ആയിരുന്നു. ആ ജനം യവന ദേശത്ത് ഉത്ഭവിച്ചവരാണെന്നാണ് അനുമാനം. 1 ശമൂവേൽ 4 2 ശമൂവേൽ 5:17 ഇവരെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. 12 കാണുന്ന ക്ഷാമകാലത്ത് അബ്രഹാം ഈജിപ്തിലേക്കാണ് പോയത്. ഇസ്ഹാക്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവിടെ നല്ല സ്വീകരണം ലഭിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. എങ്കിലും അവിടേക്ക് പോകുന്നതിൽ നിന്നും കർത്താവ് ഇസ്ഹാക്കിനെ തടയുന്നു. ഇസ്ഹാക്കിന് ആദ്യമായി ദൈവിക വെളിപ്പാടുണ്ടാകുന്നതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. റെബേക്കയോട് ഇതിനു മുൻപ് തന്നെ ദൈവം സംസാരിക്കുന്നതായി നാം കാണുന്നുണ്ട്. ഉൽപ്പത്തി 25 22 23 വാക്യങ്ങൾ വായിക്കുക. ദൈവം 17 19 അബ്രഹാമിന് നൽകിയ വാഗ്ദത്തം ഇവിടെ നിറവേറ്റപ്പെടുന്നതായി കാണാം. അബ്രഹാമിന് നൽകിയ വിധത്തിലുള്ള ശാശ്വത ഉടമ്പടി ഇവിടെ ദൈവം ഇസഹാക്കിനും നൽകുന്നു. ഇസഹാക്കിൻ്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽപ്പുറത്തെ മണൽത്തരികളെ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കുമെന്നും അവരിലൂടെ എല്ലാ ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നും ദൈവം വാഗ്ദത്തം കൊടുക്കുന്നു. ഇസഹാക്ക് ഗെറാറിൽ പാർത്തു. അത് നെഗവിനേക്കാൾ ഫലഭൂയിഷ്ടമായ ഒരു സ്ഥലമായിരുന്നു. റെബേക്കയെ സംബന്ധിച്ച് വളരെ വഞ്ചനാപരമായ ഒരു നിലപാടാണ് ഇസാക്ക് ഇവിടെ എടുക്കുന്നത്. റെബേക്ക ഇസാക്കിൻ്റെ ഒരു അടുത്ത ബന്ധു ആയിരുന്നെങ്കിലും സഹോദരിയായിരുന്നില്ല. ഉൽപ്പത്തി 22 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. 20 അബ്രഹാം എടുക്കുന്ന നിലപാടിനേക്കാളും വഞ്ചനാപരമായ നിലപാടാണ് റെബേക്ക തൻ്റെ സഹോദരിയാണ് എന്ന് ആ സ്ഥലത്തെ ജനത്തോട് അവൻ പറഞ്ഞതിലൂടെ പ്രകടമാക്കിയത്. പക്ഷേ ഒരു ദിവസം കിളിവാതിലിൽ കൂടി അബീമേലേക്ക് നോക്കിയപ്പോൾ ഇസാക്ക് റെബേക്കയുമൊത്ത് ഭാര്യാഭർത്താക്കന്മാരെ പോലെ വിനോദിക്കുന്നത് കാണാനിടയായി. ഫെലിസ്ത്യ രാജാവായ അബീമേലേക്ക് ധാർമ്മിക രോഷം കൊള്ളുകയും ഇസാക്കിനെ കുറ്റപ്പെടുത്തുകയും ഒടുവിൽ അവൻ അവരുടെ സംരക്ഷകനായി തീരുകയും ചെയ്യുന്നത് ഒരു വിരോധാഭാസമായി നമുക്ക് തോന്നാം. ദൈവം അബ്രഹാമിന് നൽകിയ അനുഗ്രഹം ഇസാക്കിലേക്ക് വ്യാപിപ്പിച്ചു. അതിൻ്റെ ഫലമായി അവൻ അതിസമ്പന്നനായി തീർന്നു. അവൻ്റെ അതിസമ്പന്നതയിലും സമൃദ്ധമായ വിളവിലും ആട്ടിൻ കൂട്ടങ്ങളും മാട്ടിൻ കൂട്ടങ്ങളും ദാസീദാസന്മാരുമടങ്ങിയ സമ്പത്തിലും അസൂയാലുക്കളായി തീർന്ന ഫെലിസ്ത്യർ അവൻ്റെ പിതാവിൻ്റെ ദാസന്മാർ കുഴിച്ച കിണറുകൾ മണ്ണിട്ട് നികത്തി. അബീമേലേക്ക് അവനെ അവിടെ നിന്നും പോകുവാനായിട്ട് നിർബന്ധിച്ചു. അങ്ങനെ ഇസഹാക്ക് അവിടെ നിന്നും പുറപ്പെട്ട് ഗെരാർ താഴ്വരയിൽ ചെന്ന് കൂടാരമടിച്ചു. അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും അവൻ്റെ മരണശേഷം ഫെലിസ്ത്യർ നികത്തിയതുമായ കിണറുകൾ ഇസാക്ക് പിന്നെയും കുഴിച്ച് പഴയ പേരുകൾ തന്നെ അവയ്ക്ക് നൽകി. എന്നാൽ അവൻ്റെ ദാസന്മാർ ആ താഴ്വരയിൽ കുഴിച്ചു കണ്ടെത്തിയ നീരുറവുള്ള ഒരു കിണർ സംബന്ധിച്ച് ഗെരാർ ദേശത്തിലെ ഇടയന്മാർ അവകാശവാദം ഉന്നയിച്ചു. കിണർ സംബന്ധിച്ച് ശണ്ട ഉളവായതുകൊണ്ട് ഇസഹാക്ക് ആ കിണറിന് യേശക്ക് എന്ന് പേർ വിളിച്ചു. അവർ മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ചും അവർ ശണ്ടയിട്ടു. അതുകൊണ്ട് ഇസാക്ക് അതിന് സിത്ന എന്ന് പേരിട്ടു. എബ്രായ ഭാഷയിൽ ഈ പദം സാത്താൻ എന്ന പേരിൻ്റെ അർത്ഥത്തോട് തുല്യമാണ്. പിന്നീട് കുഴിച്ച കിണർ സംബന്ധിച്ച് അവർ ശണ്ടയിട്ടില്ല. ഇപ്പോൾ കർത്താവ് നമുക്ക് സ്ഥലം ഒരുക്കി എന്ന് പറഞ്ഞ് അവൻ അതിന് രഹോബാത്ത് എന്ന് പേരിട്ടു. അക്കാലഘട്ടത്തിൽ ക്ഷാമം ശമിക്കുകയും വെള്ളത്തിൻ്റെ ലഭ്യത വർദ്ധിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇസഹാക്ക് തൻ്റെ യൗവനകാലത്തെ വാസസ്ഥലമായ
ബേർശേബയിലേക്ക് തിരികെ പോയി. 22-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം നോക്കുക. അവിടെ വെച്ച് യഹോവ അബ്രഹാമിന് ഉൽപ്പത്തി 15-ാം അധ്യായത്തിൽ നൽകിയ ഉടമ്പടി മകനായ ഇസാക്കിൽ പുതുക്കുന്നു. ഇസാക്ക് തൻ്റെ പിതാവിൻ്റെ പാത പിന്തുടർന്ന് അവിടെ ഒരു യാഗപീഠം പണിയുന്നു. ഉൽപ്പത്തി 12-ന്റെ 8-ാം വാക്യം വായിക്കുക. തുടർന്നുള്ള വാക്യങ്ങളിൽ ഇസഹാക്കുമായി തൻ്റെ ജനതയ്ക്കുള്ള ശത്രുത ദൂരീകരിക്കുവാനായി അബീമേലേക്ക് അവിടെ വന്നെത്തുന്നതായി നാം കാണുന്നു. യഹോവ ഇസാക്കിനോടുകൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവിൻ്റെ ഫലമായിരുന്നു സ്നേഹിതനായ ആഹൂസത്തിനെയും സേനാപതിയായ ഫീക്കോലിനെയും കൂട്ടിയുള്ള ആ സന്ദർശനം. ദൈവം ഇസാക്കിനെ അനുഗ്രഹിച്ചിരിക്കയാൽ അവൻ തങ്ങളെ ഉപദ്രവിക്കയില്ല എന്നൊരു ഉടമ്പടി ഫെലിസ്ത്യർ ഇസാക്കുമായി ഉണ്ടാക്കുന്നു. ഇസാക്ക് അവർക്കായി ഒരു വിരുന്നൊരുക്കുകയും പരസ്പര ബന്ധം ഉറപ്പിക്കുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം അതിരാവിലെ അവർ സമാധാനത്തോടെ പിരിഞ്ഞു. അതേ ദിവസം തന്നെ ഇസാക്കിൻ്റെ ദാസന്മാർ വന്ന് അവർ കുഴിച്ച കിണറുകളിൽ നിന്ന് വെള്ളം ലഭിച്ച കാര്യം അവനെ അറിയിച്ചു. അവൻ അതിന് ബേർശേബ എന്ന് പേരിട്ടു. അതിന് ഉടമ്പടിയുടെ കിണറെന്നോ ഏഴിൻ്റെ കിണറെന്നോ ആണ് എബ്രായ ഭാഷയിലുള്ള അർത്ഥം. ഏശാവ് തൻ്റെ 40-ാമത്തെ വയസ്സിൽ ഹിത്യപുത്രിമാരായ ജൂഡിത്തിനെയും ബാസമത്തിനെയും വിവാഹം കഴിച്ചു. ബാസമത്ത് എന്ന പേരിൻ്റെ അർത്ഥം സുഗന്ധമുള്ള എന്നാണ്. ഉൽപ്പത്തി 26-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന വാഗ്ദത്തം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ സംഘർഷങ്ങൾക്കും എതിർപ്പുകൾക്കും നടുവിലൂടെ കർത്താവായ യേശുവിൽ പൂർത്തീകരിക്കപ്പെടുന്ന ദൈവിക ഉടമ്പടിയുടെ കണ്ണിയാണ് ഇസഹാക്ക്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.